കറന്റ് ഉണ്ടാക്കണത് കണ്ടു ഞങ്ങൾ കറന്റ് സ്വിച്ച് ഇടുമ്പോൾ ബൾബ് അങ്ങോട്ട് കത്തുന്നത് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് കാണാൻ ഇടുക്കിക്കൊന്നും പോകണ്ട, ഒക്കെ നമ്മൾ അടുത്ത് തന്നെ ഉണ്ട്. ഇതുമായിത്തെ കാഴ്ചകളാണ് നമുക്ക് ഇഷ്ടം. ഇതുമായിത്തെ കാഴ്ചകൾ കാണാൻ നമ്മളൊപ്പം കൂടിക്കൊള്ളിട്ടോ. ഒരു ദിവസം ഒഴിവ് കിട്ടിയാൽ അന്ന് മൂസ വക്കീലിന് എവിടെക്കെങ്കിലൊക്കെ ഒന്ന് പോകണം. ഒഴിവുള്ള ദിവസം കറന്റും വണ്ടിയും കൊണ്ട് വേങ്ങരയിൽ നിന്ന് ആഷിഖ് ബായി ഇങ്ങോട്ട് വന്ന് വണ്ടി ഞങ്ങൾ നേരെ വിട്ടത് കളർ തുണി എടുത്ത് നിൽക്കണേ വൺ വേൾഡിന്റെ ഷാവുലിൻ്റെ അടുക്ക്. ഞാൻ പോയില്ല എന്ന് പറഞ്ഞ് നിന്നൊരാളെ സമൻസ് അയക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് മൂസ വക്കീൽ പാൻറ്റും സൂസും ഉടിപ്പിച്ച് വണ്ടി കയറ്റി നബീൽ ഖാനി ഒപ്പം കൂട്ടി വണ്ടിയാണ്ട് വിട്ട് ഈശ്ശേരി അങ്ങോട്ട് എത്താനായപ്പോൾ മൂസ വക്കീൽ വണ്ടി നിർത്തിച്ച് മൂപ്പർക്ക് ഒരു ചക്കര മിഠായി വാങ്ങണം. അതും വാങ്ങി വണ്ടി ചെന്ന് നിന്നത് മരഞ്ചാട്ടിന്റെ അപ്പുറത്തുള്ള ഒരു നിസ്കാരപ്പള്ളിന്റെ മുന്നിൽ. ഇവിടുന്ന് ദൂരം നിസ്കരിച്ച് പുന്നക്കൽ എത്താൻ നേരത്തുള്ള ഒരു ചായപ്പീടിയേക്കാണ് കയറി. ഈ ചായപ്പീടിയെ നോക്കി വെച്ചോളിട്ടോ, ഇവിടുത്തെ പരിപ്പുവാടി ഉയർന്നുപാടി ഉസാറാ. നീ എണ്ണ ഏതാണെന്നൊന്നും എന്നോട് ചോദിച്ചാൽ നിൽക്കണ്ട, ഓല് പറഞ്ഞ പ്രമോഷനും അല്ലത്. നല്ല ചായപ്പീടിയ, നല്ല മൈസൂർ പായും ഉണ്ട്. ഉറുമിയും പൂവാറന്തോടും ലക്ഷ്യം വെച്ച് ഞങ്ങൾ നീങ്ങി കുറച്ചങ്ങോട്ട് പോയപ്പം ഈ കാഴ്ച കണ്ട്. ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ പൈപ്പല്ല, ഇവിടുത്തെ ഡാമുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കരണ്ടുണ്ടാക്കാൻ വെള്ളം പോണ പൈപ്പാ. അതായത് ചെറുകിട ജലവൈദ്യുത പദ്ധതിന്റെ പൈപ്പ്. ഇതിന് ഇംഗ്ലീഷിൽ പെൻസ്റ്റോക്ക് എന്ന് പറയും. കാലപ്പഴക്കം ചെന്നുകൊണ്ട് ഇത് മാറ്റി പുതിയത് വെക്കാണ് എന്നുള്ളതാണ് ഞങ്ങളൊരു നിഗമനം. അതിനെക്കുറിച്ച് അറിയണ ഈ തിരുവമ്പാടിന്റെ പുന്നക്കലിന്റെ കെട്ടാവട്ടത്തുള്ളോലി ബാക്കി കമന്റിൽ പറഞ്ഞോളിട്ടോ. പൈപ്പിനൊക്കെ ഒരു മേട്ടം കൊടുത്ത് മൂസ വക്കീൽ ഉറപ്പുണ്ടോ നോക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിയാൽ കുടുങ്ങിയത് തന്നെയാണ് കേട്ടോ. വണ്ടർലയിലെ വാട്ടർ റൈഡിംഗ് പൈപ്പുകളെ വെല്ലിനത്ര വലിപ്പമുള്ള ഒരു പൈപ്പ്. പണ്ട് ഇടുക്കിയിലെ പന്നിയാർ പെൻസ്റ്റോക്ക് ദുരന്തം നടന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. ഈ പൈപ്പുകൾ കൂടെ വെള്ളം നേരെ ചെന്നെത്തുന്നത് ഇതിന്റെ ഉള്ളിക്കാ. അപ്പോഴാണ് അറിഞ്ഞത് ഇതിന്റെ നെറുവിൽ പുതിയൊരു ഡാം ഉണ്ടാക്കുന്നുണ്ട്. എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ. ഇതുവരെ വന്നിട്ട് കാണാൻ ഞാൻ മോശമല്ലേ. മൂസ വക്കീലാണ് ജാഥ ക്യാപ്റ്റൻ. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ നിർത്തി ഒരു 1.5 കിലോമീറ്ററാണ് നടന്ന് വൺ വേൾഡ് ഷാവുലും നബീൽ ഖാനും ആഷിഖ് അഞ്ചുകണ്ടനും ഞങ്ങളെല്ലാവരും കൂടി ഒറ്റപ്പെട്ട പെരകളുള്ള ആനകളൊക്കെ ഇറങ്ങണേ ഈ മലമുകൾ കൂടെ ഇവിടെ എത്തി. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്താപ്പ പണി നടക്കുമ്പോൾ ഇതിന് മാത്രം കാണാനും. ഇതൊരു രസമാണ് ചങ്ങായിമാരെ. ഇതൊക്കെ പണി നടക്കുമ്പോൾ കാണാൻ കഴിയുള്ളൂ. പണി നടന്ന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കാണാൻ കഴിയൂലല്ലോ. ഇങ്ങോട്ടൊന്നും കടക്കാനും കഴിയൂല. ആ കാണുന്ന മലയാണ് നമ്മളെ ലക്ഷ്യം. എന്തോ ഒരു തെളിച്ചുള്ള വെള്ളം. ഇതാണ് കേട്ടോ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഡാം. പണികൾ നടക്കണുള്ളൂ. അതിന്റെ പവർ ഹൗസ് ആണത്. കൊല്ലത്തിൽ 6 മാസത്തിൽ കരണ്ടുണ്ടാക്കലോട് കരണ്ടുണ്ടാക്കല. ഇജാതി വൈദ്യുത പദ്ധതികളുടെ ലക്ഷ്യം ഇതന്നെയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ കാറ്റാടിപ്പാടങ്ങളാണെങ്കിൽ നമ്മളെ കേരളത്തിൽ ഇജാതി ചെറുതും വലുതുമായ കണ്ടമാനം ജലവൈദ്യുത പദ്ധതികളുണ്ട്. ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ വണ്ടി വിട്ടത് പണ്ടക്കും പണ്ടേ കേക്കലുള്ള ഉറുമി ഡാമുക്ക. ഇതൊരു അടപക മേഖലയാണ് ഇവിടെ എഴുതി വെച്ചിന്. എന്നാലും ഇവിടെ ചാടി കുളിച്ചാനും കാണാനും കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട്. ഒരു വള്ളത്തിൽ നിന്ന് പല ഡാമുകളിലായി കരണ്ടുണ്ടാക്കണ ഇജാതി കാഴ്ചകളൊക്കെ കാണാൻ തന്നെ എന്ത് രസാ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് വന്ന് കാണാൻ ഒരു പ്രത്യേക ഫീലുമാണ് കേട്ടോ. നമ്മളെ വീഡിയോ ഉമ്മായിത്തെ വീഡിയോകളാണ്ട് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് ഒപ്പം കൂടാനും മറക്കണ്ട. ഒപ്പം കൂടി ഞങ്ങൾക്ക് നഷ്ടം വരില്ല. അത് നമ്മൾ ഉറപ്പാണ് കേട്ടോ.